നമ്മുടെ ലോകൻ്റെ ഒരു പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈകി പോയി, എന്താണെങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ദുൽഖർ സൽമാൻ പ്രസൻസ്. പറയാം കേട്ടോ, 50 കൊല്ലം കൂടുമ്പോഴോ അല്ലെങ്കിൽ 100 കൊല്ലം കൂടുമ്പോഴോ പരിപാടി ഇറക്ക്, നമുക്ക് നോക്കാം. ിക്കുന്ന സമയത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു എന്തോ ചാത്തനൂട്ടോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് ഇതായിരിക്കും അല്ലേ പരിപാടി? അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ, കളിയങ്കാട്ട് തീരി മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ, തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടി താലിടോ? അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചു. അങ്ങനെയൊക്കെ എന്താ വേണ്ടേ? ഹിറ്റ്ലറിനെ തട്ടിയതോ? അങ്ങനെ ആവുമോ? അങ്ങനെ വെറുതെ തള്ളായിരിക്കും, അതിനൊന്നും ഒരു സാധ്യതയില്ല. പിന്നെ ഫിക്ഷനാണല്ലോ, ഏത് ലെവൽ വേണമെങ്കിലും പോകാം. ഹിറ്റ്ലർ മരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആവാം, ആവാതിരിക്കാം. എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ, അറിയാം. മൂത്തോന് തന്നെയാണ് അവന് വേണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല. സംതിങ് ഫിഷി ഉള്ളത് പറയാമല്ലോ. ഇതിൽ എന്തോ ഒന്ന് സീരിയസ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ അടുത്ത സാധനം ചാത്തനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ പോലും ഇതിൽ പറയുന്നതിൽ ചിലപ്പോൾ നല്ല നല്ല കിടിലൻ ഗസ്റ്റ് റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ചേട്ടനല്ലേ, അവന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്, വരാന്ന് പറയണോ? ഇത് ഇവിടെ എന്താണെങ്കിലും ഉറപ്പിക്കാം. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാൻ പറയണം ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്കും, നമുക്ക് നോക്കാം. എൻ്റെ മോനെ, എൻ്റെ മോനെ, എൻ്റെ മോനെ, എന്താടാ പണി വെച്ച്? ഈ സീൻ എന്തുകൊണ്ടാണ് ഇതപ്പോൾ എടുത്തു വെച്ചതാണ്, ഫ്യൂച്ചറിൽ ആവശ്യം വരുമെന്ന് കരുതിയിട്ട് തന്നെ എടുത്തു വെച്ചതാണ്, അത് 100% ഉറപ്പാണ്. പക്ഷേ ഈ സീൻ ഒന്നുകൊണ്ട് തിയേറ്ററിൽ പ്ലേസ് ചെയ്തില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, മറ്റേതിൻ്റെ തന്നെ ഒരു സാധനം മതി. പക്ഷേ ഇതൊരു കിട്ടിലൻ, അതായത് അടുത്തൊരു സാധനത്തിലേക്കുള്ളൊരു കിട്ടിലൻ പ്രൊമോഷണൽ കണ്ടൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടൊവിനോയുടെ മാത്രം ഒരു സിനിമ ആയിരിക്കില്ല എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ചാപ്റ്റർ 2ലേക്ക് ഞാൻ ഹൈലി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ശ്രദ്ധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടോ, നമ്മുടെ ARMലെ ആ ഒരു ടൊവിനോൻ്റെ ആ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഒക്കെ ഉള്ള ഒരു ഹെയർ ആണെങ്കിലും ബ്രീഡാണെങ്കിലും ആ മൊത്തത്തിലുള്ള ലുക്കാണെങ്കിലും മൊത്തത്തിലൊരു പരിപാടി അങ്ങനെ ആവുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ലോകേൻ്റെ ഈ ഒരു സിനിമയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൽ മൊത്തം ഇപ്പോൾ ടൊവിനോൻ്റെ ക്യാരക്ടറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമല്ല, ഒരു ഫൺ ടൂൺ പിടിച്ചിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് അതിൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആർക്കും മൊത്തത്തിൽ തന്നെ പോകുന്നത്. പക്ക ഒരു എൻ്റർടൈനർ പാറ്റേൺ സാധനമായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്.
പിന്നെ ദുൽഖർ വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഈ ഒരു പരിപാടി കണ്ടിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ടൈലൻഡിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? താഴെ കമൻറ്റ് ചെയ്യുക.